എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളുടെ അടക്കം 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. ആദ്യത്തെ സിനിമ അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനാക്കി 2005 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമ ഇപ്പോൾ ഇത് 18 വർഷങ്ങൾക്ക് ശേഷം 4K റീമാസ്റ്റർ പതിപ്പിൽ വീണ്ടും തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്താൻ പോവുകയാണ് ഛോട്ടാ മുംബൈ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട കേരള പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 15 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഇനി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മണിരത്നം കമൽഹാസൻ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തഗ് ലൈഫ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ വമ്പൻ ഹൈപ്പോടെ പ്രമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ കൂടിയാണല്ലോ തഗ് ലൈഫ്. പക്ഷേ ആദ്യ ദിവസം മുതൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് തമിഴ്നാട് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,50,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ ദിന തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ 15 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ദിനം 20 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ വിദേശ രാജ്യങ്ങളിലെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം അവിടെ 25 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അങ്ങനെ തഗ് ലൈഫ് എന്ന സിനിമ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 45-50 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വമ്പൻ ഹൈപ്പോടെ പ്രമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തഗ് ലൈഫ് എന്ന സിനിമയ്ക്ക് അത്ര നല്ല കളക്ഷനല്ല ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും കാണാൻ സാധിക്കുന്നത്. ഇനി കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ സിനിമ അനുരാഗ് മനോഹർ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ നരിവേട്ട. നിലവിൽ 14 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന നരിവേട്ട എന്ന സിനിമയുടെ 14 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ നരിവേട്ട എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14 ദിവസങ്ങൾ കൊണ്ട് 14 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 14 ദിവസം കൊണ്ട് 23 കോടിയിലേക്കും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതേസമയം നരിവേട്ടോടൊപ്പം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ നിർമ്മിച്ച സിനിമ കൂടിയായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. 14 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആകെ 14 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4,30,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന്റെ ആദ്യ 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 6,50,00,000 റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ വരാൻ പോകുന്ന സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.